മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികത്തിന് പ്രധാനപ്പെട്ട പ്രാസംഗികനായിട്ട് വർക്കലയിൽ ഇയാളാണ് വന്നത്. ഈ തുഷാർ ഗാന്ധി എങ്ങനെ ക്ഷണിക്കപ്പെട്ടു എന്നത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമിയെ പോലുള്ള ആളുകൾ അവിടെ ഇരിപ്പുണ്ടല്ലോ, ഉണ്ടോ? സ്വാമിക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. ശിവഗിരിയെ അപമാനിച്ച് കളങ്കപ്പെടുത്തിയ വിഷമാണ് ഇയാൾ. അതെ അതെ, ഇതുപോലുള്ള ഒരു ചരിത്ര നിമിഷത്തിൽ പങ്കാളിയാകാൻ യോഗ്യനാണോ ഇയാൾ? ഇയാളുടെ വേറെയും ബാക്ക്ഗ്രൗണ്ട് വളരെ ലഭ്യമാണ്. ഇയാൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ റിട്ടേൺ ടു പാലസ്റ്റീൻ എന്ന ഹമാസിനെ വെള്ളപൂശാനായിട്ട് ഇന്ത്യയിൽ രൂപീകരിച്ച ഇസ്ലാം തീവ്രവാദികൾ, അതിൻ്റെ അംബാസഡറാണ് ഇയാൾ, ഔദ്യോഗിക അംബാസഡറാണ്. അല്ല, ഹമാസ് സ്ത്രീകളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അതെ അതെ, ഈ ഹമാസിനെ ഇയാൾ വേറെ തരത്തിലും ന്യായീകരിച്ചിട്ടുണ്ട്. പിന്നെ ഹിസ്ബുള്ള ഭീകരൻ കൊല്ലപ്പെട്ടു, അതിൻ്റെ തലവനായിരുന്ന നസ്രള്ള. ഈ ഹസ്റുള്ളയുടെ മരണത്തെ ഇയാൾ അപലപിച്ചു. ഇസ്രായേൽ പ്രത്യാക്രമണത്തിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. അയാൾ ഒളിച്ചിരിക്കുമ്പോൾ ഭൂമിക്കടിയിൽ ബങ്കർ ബസ്റ്റർ ബോംബിട്ടാണ് നസ്രള്ളയെ കൊന്നത്. അപ്പോൾ അതിനെ ഇസ്രായേലിനെ അപലപിക്കാൻ ഇയാൾ കാണിച്ച ആവേശം ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളെ പോലും വിട്ട് നാടിപ്പിക്കുന്നതായിരുന്നു. അല്ല, ഇയാൾ ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വർക്കല പോലെ ഗുരുദേവൻ്റെ ആത്മീയ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആത്മീയ കേന്ദ്രവുമായ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ആരാധനാ കേന്ദ്രത്തിൽ ഇതുപോലൊരു ചരിത്ര നിമിഷത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിലെ ഒരു വിദൂര അംഗം എന്ന നിലയിൽ, അത് ചെറുമകൻ പോലും അല്ല, ചെറുമകൻ്റെ മകനാണ്. ചെറുമകനല്ല അല്ലേ? ചെറുമകനല്ല, ചെറുമകൻ്റെ മകൻ, മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ്റെ മകനാണ്. അപ്പോൾ അങ്ങനെയുള്ള തുഷാർ ഗാന്ധി എന്ന പേര് മാത്രമാണ് അവിടെ ഇദ്ദേഹത്തിനുള്ള ഗാന്ധിയുമായിട്ടുള്ള ബന്ധം. ഗാന്ധിയുടെ ഒരു ടേസ്റ്റോ ഗാന്ധിയുടെ മൊറാലിറ്റിയോ ഗാന്ധിയുടെ വീക്ഷണമോ ദേശസ്നേഹമോ ഒന്നുമില്ല. അവിടെ ഒന്ന് വളരെ ആഭാസകരമായൊരു പ്രസംഗം നടത്തിയപ്പോഴാണ് RSSകാർക്ക് രോഷാകുലരായി ഇയാളെ തടയണമെന്ന് തോന്നിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.